സംഭവിക്കുന്നേ? നിനക്കെന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ലല്ലോ. അതെ എമിലി, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പിഗ്ഗി ബാങ്ക് ഭയങ്കര തന്ത്രക്കാരനാണ്. വീർ, ഇന്നാ കയറ്, അവനെ പിടിച്ച് കെട്ടിവെക്ക്. ഞാൻ പോയി ചിണ്ടുനെ വിളിച്ചോണ്ട് വരാം. ആരെങ്കിലും രക്ഷിക്കണേ. എന്ത് കളിയാ ഇതൊക്കെ? എല്ലാ ജ്വല്ലറികളും മറന്നു പോകുന്നു. ബാങ്ക് എല്ലാം ഒഴുകി. വീർ, നമ്മൾ അവന്റെ വീക്ക്നെസ് കണ്ടുപിടിച്ചിട്ട് അത് വെച്ച് വേണം അവനെ ട്രാപ്പ് ചെയ്യാൻ. അവനെ മാജിക് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നിനക്ക് അവനെ ക്ലോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ അവനെ ക്ലോസ് ചെയ്യാൻ വിചാരിക്കുന്നില്ല. കാരണം അവന്റെ വയറ്റിന്റെ അകത്ത് ഒരുപാട് പേരുടെ കാശും ആഭരണവും ഉണ്ട്. പക്ഷെ അവന്റെ വീക്ക്നെസ് എന്താന്ന് മനസ്സിലാകുന്നില്ല. പിഗിന്റെ വീക്ക്നെസ് ചെളിയാണ്. അവനെ ഏതെങ്കിലും ചെളിയുള്ള ഭാഗത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങും. അപ്പൊ നമുക്ക് അവനെ ട്രാപ്പ് ചെയ്ത് കെട്ടിക്കൊണ്ടുവരാം. വെരി ഗുഡ് ഐഡിയ എമിലി. ഞാൻ ഇതേ റോഡിന്റെ എൻഡില് ചെളി റെഡിയാക്കി വെക്കാം. നീ പതുക്കെ അവരെ അങ്ങോട്ടേക്ക് കൊണ്ടുവന്നേക്ക്. പക്ഷെ നീ അവനെ എങ്ങനെ കൊണ്ടുവരും? സോറി അങ്കിൾ, മൈൻഡ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ ആഭരണങ്ങളെല്ലാം ഇപ്പൊ തന്നെ തിരിച്ചുകൊണ്ട് തരാം. ഓക്കേ വീർ, നീ ചെല്ല്. ഞാൻ അവനെ വിളിച്ച് അങ്ങോട്ടേക്ക് വരാം. എമിലി, സൂക്ഷിക്കണം. എടാ പിഗി ബാങ്ക്, നിനക്ക് ഒരുപാട് വിശക്കുന്നുണ്ടല്ലേ? ദാ പിടിച്ചോ. ഞാനിതാ നേരിട്ട് വരികയാണ് വീർ. നിനക്കും നിന്റെ കൂട്ടുകാരിക്കും മെറി ക്രിസ്മസ്. ആ മാഡ് ബാക്സിനെ നമ്മൾ വെറുതെ വിടരുത്. ഞാൻ എന്തെങ്കിലും ചെയ്യാം, നോക്കട്ടെ. സോറി, ഞാൻ വിചാരിച്ചു ഇവിടുത്തെ ആൾക്കാരായിരിക്കുമെന്ന്. ചിൽബുൾ, നീ വേഗം വാ, നമുക്ക് വീറിനെ രക്ഷിക്കണം. ഈ കേക്ക് ഒരെണ്ണം അങ്ങ് തിന്നേക്കാം. താങ്ക് യു എമിലി. താങ്ക് യു ചുൾബുൾ. ഇനി വാ, നമുക്ക് വീട്ടിലേക്ക് പോകാം. എല്ലാവർക്കും ഒന്നിച്ച് ക്രിസ്മസ് ആഘോഷിക്കാം. എടാ ഹീറോ,
എന്തിനാ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്? ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാ. ദയവ് ചെയ്ത് ഈ കാട് വെട്ടി നശിപ്പിക്കരുത്. മൃഗങ്ങളും അവരുടെ കുടുംബവും എങ്ങോട്ട് പോകും? നിങ്ങൾ തന്നെ പറയേ. അവരെങ്ങോട്ട് പോയാലും നമുക്കെന്താ? നമുക്കതൊരു പ്രശ്നമല്ല. എടാ ധിക്കാരം പിടിച്ച മനുഷ്യ, നിന്റെ ഈ ആക്രമണം ഒന്ന് നിർത്ത്. ഈ കാട് വെട്ടി നശിപ്പിക്കരുത്. ഈ മരങ്ങൾക്കുമുണ്ട് ജീവൻ. ആ കലക്കി കലക്കി, മനസ്സിന് തൃപ്തിയായി. എന്നാ പിടിച്ചോ, ഈ സമയത്ത് ചാട്ട് കഴിക്കേ. ഇനിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇപ്പൊ കാടിന്റെ രാജാവ് സിംഹം എന്ന് നിങ്ങളോട് സംസാരിക്കും. ഞാൻ ആരെയും വേദനിപ്പിക്കില്ല. ഞാൻ ഒറിജിനൽ സിംഹമല്ല, ഡമ്മി സിംഹമാണ്. എന്റെ ഗർജന ശബ്ദം റെക്കോർഡ് ചെയ്ത് വെച്ചതാണ്. പിന്നെ എന്റെ ഈ കോസ്റ്റ്യൂം, ഇത് കാണാൻ ശരിക്കും ഒറിജിനൽ പോലെ തന്നെ ഉണ്ടല്ലേ? അടിപൊളി, റിയൽ ആയിട്ടുണ്ട്. വെരി ഗുഡ് എൻട്രി. അതെ അതെ, എക്സലന്റ്. വാ. മഹാരാജാവേ, ഈ മനുഷ്യന്മാർ നമ്മൾ പറയുന്നത് ഒന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല. നിങ്ങൾ മറ്റുള്ളവർക്ക് മോട്ടർ കൊടുക്കൂ രാജാവേ. ആനകൾ കൂട്ടമായിട്ട് ചെന്ന് മനുഷ്യന്മാരുടെ വീടൊക്കെ അടിച്ചു തകർക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ ആനയെ ചെല്ലു. എന്നിട്ട് സിറ്റിയിലുള്ള മനുഷ്യരുടെ വീട് മുഴുവൻ അടിച്ച് പൊളിക്ക, നശിപ്പിക്ക. വേണ്ട വേണ്ട, ഞങ്ങളുടെ വീടൊക്കെ പൊളിച്ചു കഴിഞ്ഞാൽ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോവും? ഇത് തന്നെയല്ലേ ഞാൻ മൃഗങ്ങളുടെ കാര്യത്തിലും പറഞ്ഞത്. നീ ഈ കാട് വെട്ടി നശിപ്പിച്ചാൽ ഈ മൃഗങ്ങളും അതിന്റെ കുഞ്ഞുങ്ങളും എങ്ങോട്ട് പോകും? ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങൾ ചെയ്ത് തെറ്റിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനി ഒരിക്കലും ഞങ്ങൾ കാട് നശിപ്പിക്കില്ല. ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ്. ചാട്ട് കഴിക്കാം, വരൂ. എല്ലാ നാടകവും കൊള്ളാമായിരുന്നു. പക്ഷേ കാടിന്റെ ആ നാടകം, അത് നമുക്കൊരു ലെസൺ ആയിരുന്നു. ഒരു ഗുരുതരമായ പ്രശ്നത്തിന് പരിഹാരം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് അവർ പറഞ്ഞു തന്നു. ശരിക്കും അവരെ പ്രശംസിക്കേണ്ടതാണ്. ആ നാടകത്തിന് ഞാൻ ഫസ്റ്റ് പ്രൈസ് അനൗൺസ് ചെയ്യുന്നു. താങ്ക് യു സർ. വീർ, നീ എവിടേക്കാ ധൃതി വെച്ച് പോകുന്നത്? നിന്റെ വീട്ടിലേക്ക് ഒരുപാട് ദൂരമില്ലേ? എന്തായാലും ഒരു ചാട്ട് കഴിച്ചിട്ട് പോകൂ. എന്റെ അമ്മച്ചി, ആനക്കോണ്ട, ഒറിജിനൽ സിംഹം. അയ്യോ. എടാ ബണ്ടി, അത് ഡമ്മി സിംഹമാണ്. നിൽക്കവിടെ, നീ എങ്ങോട്ടായി ഓടുന്നത്? ഈ കൊച്ചു പെണ്ണ ആള് കൊള്ളാമല്ലോ. അവളെന്നെ തള്ളി വീഴിക്കാൻ ശ്രമിച്ചു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എമിലി? ഇല്ല വീർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീർ, എന്നെ രക്ഷിക്കൂ. ഞാനിപ്പോ താഴേക്ക് പോകും. സോറി, എന്റെ ബോസ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തത്. ഞാൻ നിനക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വീർ. പ്ലീസ് എന്നെ രക്ഷിക്കൂ. എന്നെ ഒന്ന് രക്ഷിക്കൂ വീർ. താങ്ക് യു വീർ. നീ നല്ലവനാണ് വീർ. ബോസ് അറിയാതെ നിനക്ക് ഞാനൊരു സ്പെഷ്യൽ കേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ കണ്ടില്ലേ? എങ്ങനെയുണ്ട്?